അപ്പാനി പോയ സമയത്ത് ഓപ്പൺ ആയിട്ട് താങ്ക് യു ബിഗ് ബോസ് കൊണ്ട് മസ്താന്റെ പരാമർശം ഉണ്ടായിരുന്നു അല്ലെ? എങ്ങനെ നോക്കിയാണ് പ്രഗ്നന്റ് ആയ വൈഫിനെ ഇതാക്കിയിട്ട് വെളിയിലുണ്ടത് വെച്ചിട്ട് അകത്ത് വേറെ എന്തോ ഇതെന്നുള്ള രീതിയിൽ ഒരു സാധനം ഇവള് കാണിച്ചു. ഞങ്ങൾ ആരും അത് കണ്ടില്ല. അത് കണ്ടപ്പോഴത്തേക്കും ഒരു തെറി വിളിച്ചവളെ, ഒരു വലിയൊരു തെറി വിളിച്ചു. ആ തെറിയും എന്താണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അതും വ്യത്യാസമല്ല, ഈ സാധനം വ്യത്യാസമില്ല. ഈ തെറിവിളിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത്. പുറത്തു പോകുമ്പോ ആ കളിയാക്കി നിൽക്കണം അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കണം ഞാൻ പറയുന്നില്ല. ഒരാളുടെ ചിലപ്പോൾ ഇമോഷൻ ഈ കരച്ചിൽ കാണിക്കണം എന്നുള്ളതിന്റെ ആവശ്യമില്ല. ശ്വേത ചേച്ചി, രഞ്ജിൻ ചേച്ചി, സാബു ചേട്ടൻ, ഞാൻ സാബു ചേട്ടനെ മാത്രം ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അർച്ചനനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, ദീപനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, അനൂപേട്ടൻ, സുരേഷ് ചേട്ടൻ, ഇങ്ങനെ എവറിത്തിങ് ഒരു പേളി എല്ലാവരെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും പോകുന്ന സമയത്ത് എനിക്ക് മുമ്പ് പോയ ആളുകൾ, ശ്വേത ചേച്ചി ഞാൻ കരഞ്ഞിട്ടുണ്ട്, രഞ്ജിൻ ചേച്ചി പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഓഫ് നമുക്ക് ഗെയിമിൽ അപ്പുറത്തേക്ക് ഒരു ബോണ്ടിങ് അവിടെ ഉണ്ട് എല്ലാവരുമായിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വലിയ സംഭവമുണ്ട്, അത് എനിക്ക് ഇവിടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് പറയട്ടെ ഞാൻ. റോഹൻ ഉണ്ടെന്നും പറഞ്ഞിട്ട്, റോഹന്റെ ഒരു ആർമി ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു ടീം എന്നെ പിടിച്ച് ഒരു ഗ്രൂപ്പിനകത്തിട്ട്, എന്തോ ഒരു ഗ്രൂപ്പിനകത്ത്, എനിക്ക് പേര് ഞാൻ അവരുടെ പേര്, ആ പയ്യന്മാരുടെ പേര് ഞാൻ പറയണില്ല, എന്നെ പിടിച്ചിട്ട് റോഹൻ ആർമിക്കകത്ത് വെച്ചിട്ട്. അപ്പാനി പോയ സമയത്ത് ഓപ്പൺ ആയിട്ട് താങ്ക് യു ബിഗ് ബോസ് കൊണ്ട് മസ്താന്റെ പരാമർശം ഉണ്ടായിരുന്നു അല്ലെ? എങ്ങനെ നോക്കിയാണ് അതിനെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ശരത്ത് വന്നതിന് ശേഷം ശരത്തിന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരത്തെ, അവൾ ഇത്രമാത്രം പറയാൻ വേണ്ടിയിട്ട് നീ എന്ത് വേർഡാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു. ഞാൻ മസ്താനിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരാളാണ്, പക്ഷെ നീ അങ്ങനെ ഒരു വലിയ വേർഡ് ഉപയോഗിച്ചിട്ട് അത് എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ പ്രഗ്നന്റ് ആയ വൈഫിനെ ഇതാക്കിയിട്ട് വെളിയിലുണ്ടത് വെച്ചിട്ട് അകത്ത് വേറെ എന്തോ ഇതെന്നുള്ള രീതിയിൽ ഒരു സാധനം ഇവള് കാണിച്ചു. ഞങ്ങൾ ആരും അത് കണ്ടില്ല. അത് കണ്ടപ്പോഴത്തേക്കും ഒരു തെറി വിളിച്ചവളെ, ഒരു വലിയൊരു തെറി വിളിച്ചു. ആ തെറിയും എന്താണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാൻ ശരത്ത് പറഞ്ഞ വിഷയം വെച്ചിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് അവള് കേൾക്കാൻ അർഹയാണെന്ന് ഞാൻ പറയും. കാരണം എന്റെ വീട്ടിലെ, ഞാൻ പറയട്ടെ, എന്റെ വീട്ടിൽ കിടക്കണ എന്റെ കൂടപ്പറപ്പിനെയോ എന്റെ ഇതിനെ വെച്ചിട്ട് മറ്റു രീതിയിൽ എന്നെ അപരാധം പറഞ്ഞാൽ ഞാൻ കേട്ടോന്ന് പോയ സമയത്ത് പറഞ്ഞു നീ കാരണം ഒരുത്തി പോയില്ലടാന്ന് പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? അതും വ്യത്യാസമല്ല, ഈ സാധനം വ്യത്യാസമില്ല. രണ്ടാമത്തെ ഈ തെറിവിളിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത്. അത്ര അപരാധങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവുന്ന ഇമോഷൻസ് ഒരു ഇമോഷൻ ആണെന്ന്. ഇപ്പൊ ഫാമിലിയുടെ സൈഡിൽ നിന്ന് പോകുമ്പോൾ എവിക്ഷൻ എങ്ങനെയൊക്കെയാലും ഇത് ആരോഗ്യപരമായിട്ടുള്ള മത്സരമാണ്. ഇതിനപ്പുറത്തേക്ക് വ്യക്തിവിരോധം ഒന്നും ഉണ്ടാവരുത് തന്നെയാണ് പേഴ്സണലി എന്റെ അഭിപ്രായം. ഈ വിഷമം ഉണ്ടാവും, പക്ഷെ അതിനപ്പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് ശൈത്യ തന്നെ അപ്പാനീനെ എവിക്ട് ചെയ്യാൻ, അല്ല മീൻ പുറത്തേക്ക് പോകാൻ വേണ്ടി എവിക്ട് ചെയ്ത ഒരാളാ അല്ലെ? എന്നിട്ട് അപ്പാനി പോകുന്ന സമയത്ത് കരയും ചെയ്യുന്നുണ്ട്. ഈ എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്ത സ്ഥാനത്തിലേക്ക് നോമിനേറ്റ് ചെയ്ത് എന്തിനാണ്? ക്യാപ്റ്റൻ എന്താ പറയുക, ക്യാപ്റ്റൻസി ടാസ്കിലോട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. എവിക്ഷൻ പ്രക്രിയ നടക്കും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പുറത്താവുന്നുള്ളല്ലേ? അപ്പൊ നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു, അവസാനം എവിക്റ്റ് ആയിട്ട് പുറത്തു പോകുമ്പോൾ കരയും ചെയ്യുന്നു. ഇതിന്റെ ഇരട്ടത്താപ്പ് എന്താ? ഇതിന്റെ ആവശ്യത എന്താ? അതായത് ഞാൻ ചോദിച്ചു, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നോമിനേറ്റ് ചെയ്താലും എപ്പോഴും എല്ലാവരും വിഷമിച്ച് നിൽക്കണ കണ്ടിട്ടുണ്ട് സ്ക്രീൻ സ്പേസിൽ. ഒരു പക്ഷെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ആ പറയുമ്പോൾ ഒരാളെ പുറത്തു പോകുമ്പോൾ ആ കളിയാക്കി നിൽക്കണം അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കണം ഞാൻ പറയുന്നില്ല. ഒരാളുടെ ചിലപ്പോൾ ഇമോഷൻ ഈ കരച്ചിൽ കാണിക്കണം എന്നുള്ളതിന്റെ ആവശ്യമില്ല. ശ്വേത ചേച്ചി, രഞ്ജിൻ ചേച്ചി, സാബു ചേട്ടൻ, ഞാൻ സാബു ചേട്ടനെ മാത്രം ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അർച്ചനനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, ദീപനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, അനൂപേട്ടൻ, സുരേഷ് ചേട്ടൻ, ഇങ്ങനെ എവറിത്തിങ് ഒരു പേളി എല്ലാവരെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും പോകുന്ന സമയത്ത് എനിക്ക് മുമ്പ് പോയ ആളുകൾ, ശ്വേത ചേച്ചി ഞാൻ കരഞ്ഞിട്ടുണ്ട്, രഞ്ജിൻ ചേച്ചി പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഓഫ് നമുക്ക് ഗെയിമിൽ അപ്പുറത്തേക്ക് ഒരു ബോണ്ടിങ് അവിടെ ഉണ്ട് എല്ലാവരുമായിട്ട്. അത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക്. അല്ല, ഞാൻ നേരത്തെ അത് തുടക്കത്തിൽ ആദ്യം പറഞ്ഞു വരിക അത് തന്നെയാണ്. പുറത്തു പോകുമ്പോൾ സമയത്ത് ഒരു ഫാമിലി നിൽക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് മത്സരത്തിന് അപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങളും സ്നേഹങ്ങളും വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ ഇത് അതല്ലാതെ ഇത് നോമിനേറ്റ് ചെയ്യും ചെയ്തിട്ട് ഈ മുതൽ കണ്ണീർ സാധനം പൊളിക്കുന്നത് ഫീൽ ചെയ്യില്ലേ? അത് ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള കരച്ചിലുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഇമോഷൻസ് ഉള്ളത് ഇപ്പം ശൈത്യയും അനുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് ശൈത്യ പെട്ടെന്ന് പോകുന്ന സാഹചര്യത്തിൽ അനു കരയുന്നു, നമുക്ക് എടുക്കാം ചെറുതായിട്ട്. അവരുടെ ഇടയിൽ കുറെ നാളിങ്ങനെ അവരുടെ കോംബോ നമ്മൾ കണ്ടു. എന്നാലും അവരൊരു കൂട്ടുണ്ടായിരുന്നത് കൊണ്ട് ചെറുതായിട്ട് അവൾ കരഞ്ഞാൽ പോലും നമുക്കത് എടുക്കാൻ പറ്റും. അതേസമയം ശരത്ത് പോയപ്പോഴത്തേക്ക് അനു കരഞ്ഞതിനെ എനിക്ക് എടുക്കാൻ പറ്റൂല.
എനിക്ക് എടുക്കാൻ പറ്റത്തില്ല സാധനം. അതിന് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എടുക്കാൻ അപ്പൊ പറ്റില്ല. അതാ അതേപോലെ തന്നെ ഈ പറഞ്ഞ സാധനം. പക്ഷെ ഒരു ബോണ്ടിങ് ഉണ്ടെന്നുള്ളത് ഒരു വസ്തുത, ഒരു സത്യമാണ്. ചിലത് ഇപ്പൊ ശൈത്യയുടെ സാധനങ്ങളൊക്കെ ശൈത്യ അങ്ങനെ ഇമോഷണൽ ആവുന്ന ഒരാളാ. ശൈത്യക്ക് ഇങ്ങനെ ഉള്ളിലെടുത്ത് ഒരു ഇത് വെച്ചെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ കുട്ടിയോട് സംസാരിച്ചപ്പോ എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഈ നടക്കുന്ന സീസണിലെ എവിക്ഷൻ പ്രക്രിയകളൊക്കെ സുതാര്യമായിരുന്നു, കണ്ടപ്പോ എന്ത് തോന്നുന്നു? ശരത്തിന്റെ എവിക്ഷൻ 14 പേരെ കൊണ്ടുവന്നിട്ട് ലീസ്റ്റ് ശരത് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. മീൻസ് ശരത്ത് എവിക്റ്റ് ആവേണ്ട ആളാണ്, പക്ഷെ ശരത്ത് ഈ എവിക്ഷനിൽ പോകേണ്ട ആളല്ല. അതാ ഞാൻ പറഞ്ഞത്. ശരത്ത് ഇടയ്ക്കൊക്കെ ശരത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഗെയിം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ ഈ ചെറുക്കനൊന്ന് പുറത്തു വന്നാൽ മതി, ചിലപ്പോൾ ഇവ എന്താ ഇങ്ങനെയാന്നൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എവിക്ഷൻ നടന്നല്ലോ, അതില് ശരത്ത് ഔട്ട് ആവേണ്ട. സീരിയസ്ലി അത് തന്നെയാണ് എനിക്കും പറയാൻ വന്നൊരു പോയിന്റ്. കാരണം തുടക്കം മുതൽ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാളാണ്. സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും അവിടെ നോക്കൂ, റെന, ഒനീൽ, മറ്റേ ബിന്നി, മറ്റേ ഈ കുട്ടി എന്താ അവന്റെ പേര്, ആര്യൻ, ഇത്രയും ആളുകള് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ പോയിട്ട് പോകേണ്ട ആളാ. ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ശരത്തിന്റെ എനിക്ക് തോന്നുന്നു ഈ മുൻ സീസണുകളിൽ എപ്പോഴും എവിക്ഷൻ നടക്കുമ്പോ ഇത് ശരിയല്ല എന്നുള്ള സാധനം എപ്പോഴും വരാറുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഇതിലേ ഞാൻ മുൻഷി രഞ്ജിത്തേട്ടനെ കുറെ എക്സ്പെക്ട് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ആ പുള്ളിയുടെ ഗെയിം അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല, തുടങ്ങിയൊന്നുമില്ല. ആദ്യമേ എല്ലാത്തിനെയും കൊണ്ടുവന്ന് മറ്റേ ഇത് കൊടുത്തപ്പം ഈ ഡ്രസ്സും ഇതൊന്നും കൊടുക്കാതെ കോൺഫിഡൻസ് കളഞ്ഞപ്പോ തന്നെ എല്ലാം ആകെ വേറൊരു സീനായി. പക്ഷെ മുൻഷി രഞ്ജിത്തേട്ടനൊക്കെ ശരിക്കും കുറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പുള്ളി ആദ്യമേ വീക്കിൽ ഒതുങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നു ആദ്യമേ ഇറങ്ങി നിന്ന് കളിക്കണമായിരുന്നു. കളിച്ചിരുന്നെങ്കിൽ ഒരു ഇത് വന്നനായിരുന്നു. കാരണം ആളിനൊക്കെ ഭയങ്കര ബിഗ് ബോസിനോടൊക്കെ ഭയങ്കര ഇതൊക്കെ ഉള്ള കുറെ ചിന്തയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. കുറെ കോണ്ടന്റ് ആളുകളിൽ വരും എന്നുള്ളത് മൊത്തത്തിൽ സംസാര വിഷയമാണ്. ദിയസനയ്ക്ക് സീസൺ 7 എന്താ എങ്ങനെ നോക്കി കാണുന്നത്? എനിക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടെന്നുള്ള സീസൺ ഒന്നുമല്ല. ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം കണ്ടസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രാറ്റജികളാണോ? എന്താ ശരിക്കും കണ്ടസ്റ്റൻസുകളൊക്കെ എക്സ്പെക്ടഡ് ആളുകളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഞാനിപ്പം ഈ മസ്താനിയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്ത കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ അവരൊക്കെ കണ്ടസ്റ്റൻസാ. പക്ഷെ ഞാൻ റോഹനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞേര് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം റോഹനൊക്കെ തുടക്കത്തിലേ വരുമെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, നീ അത് ചോദിക്കാത്ത അതെന്തിന്റെ അടുത്ത് ചോദിക്കാത്തത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വലിയ സംഭവമാണ്, അത് എനിക്ക് ഇവിടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് പറയട്ടെ ഞാൻ. റോഹൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് റോഹന്റെ ഒരു ആർമി ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു ടീം എന്നെ പിടിച്ച് ഒരു ഗ്രൂപ്പിനകത്തിട്ട്, എന്തോ ഒരു ഗ്രൂപ്പിനകത്ത്, എനിക്ക് പേര് ഞാൻ അവരുടെ പേര് ആ പയ്യന്മാരുടെ പേര് ഞാൻ പറയണില്ല, എന്നെ പിടിച്ചിട്ട് റോഹൻ ആർമിക്കകത്ത് വെച്ചിട്ട് എന്തെന്ന് ലൂണ ഊക്കിയ പെണ്ണല്ലേ നിങ്ങളെന്ന് ഒരു ചോദ്യം. ലൂണ ഊക്കിയ അതെന്തൊരു എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നി റോഹനും ഞാനുമായിട്ട് ബാഡായിട്ട് എന്തോ പറയണതാണ്. അയ്യോ വൃത്തികെട്ട രീതിയിൽ ലൂണ ഊക്കി എന്ന് പറയണത്. റോഹൻ ഇന്റർവ്യൂല് എന്നെ പൊളിച്ചടിക്കുന്നാണല്ലോ മറ്റേ പ്രാങ്ക് ഇഷ്യൂല് പറഞ്ഞത്. അപ്പോ സ്വാഭാവികമായിട്ടും അതാണ് കണക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൂണ ഊക്കിയ പെണ്ണ് നിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മൈത്രേനെയൊക്കെ അതിനകത്ത് പിടിച്ചിട്ടിട്ട് എൻ്റെ പൊന്നോ പൂര തെറിവിളിയും ബഹളോ ഒരു ഇത് തന്നെ. ഞാൻ എങ്ങനെയാ നിന്നെ വിളിച്ചേ? എനിക്ക് ഓൾറെഡി ഞാൻ നിന്നെ വിളിച്ചത് എങ്ങനെയാ? അത് പറഞ്ഞു ഓൾറെഡി അതുവരെയൊക്കെ സംസാരിച്ച് ബോൾഡായി സംസാരിക്കുന്ന ആള് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞോണ്ട് എന്താ സംഭവം? ഞാൻ സ്റ്റുഡിയോയ്ക്കകത്ത് നിൽക്കണം. ഞാൻ പറഞ്ഞില്ലേ ഡബിങ് ചെയ്യണം എന്ന് പറയണ മോനെ, ഞാൻ ഡബിങ് സ്റ്റുഡിയോയ്ക്കകത്ത് നിൽക്കുന്നു. അവിടെ വിളിച്ചിട്ട് പെട്ടെന്ന് കുറെ ചീത്ത വിളി, ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നു, കുറെ എന്റെ നമ്പർ പബ്ലിക്കിൽ പോകുന്നു, വേറെ ആരൊക്കെ എന്നെ കോൾ ചെയ്യുന്നു, അനോണിമസ് ആയിട്ട് കുറെ കോൾ വരുന്നു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ വേണ്ടി. തന്നെ അങ്ങനെയാണ് ആക്ച്വലി. അതായത് എനിക്ക് അതിന് മുമ്പേ ഈ ഫോർവേഡ് മെസ്സേജ് വരുന്നുണ്ട്. അതായത് ഓരോരുത്തർ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളതിന്റെ SS അയച്ചേക്കാം. ഞാൻ ചോദിക്കുന്നത് ഇത് ആരെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആളെങ്കിൽ കിട്ടൂലോ, ആ അഡ്മിൻ ആരാന്ന് ചോദിക്കുക, ആ നമ്പർ എനിക്ക് അയക്കൂ. കാരണം എന്നുള്ള രീതിയിലേക്ക് ഒരു പെർമിഷൻ എടുക്കാതെ എന്താ പറയാ സീസണിൽ സാധാരണ ഇതിൽ മുമ്പും സീസണിൽ കണ്ടിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് വരുന്നു, അല്ലെങ്കിൽ ആ സീസൺ തുടങ്ങുമ്പോൾ പേജുകൾ ഉണ്ടാവുന്നത്. സീസൺ തുടങ്ങുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നോടുള്ള സ്നേഹം കൊണ്ട്. റോഹൻ, ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞുതരാം. നിന്റെ ഫാൻസ് എന്നും പറഞ്ഞ് വന്നവന്മാരാണ് നിന്റെ ചാൻസിനെ വരെ ഇല്ലാതാക്കിയത് ഞാൻ പറയത്തുള്ളൂ. അമ്മാതിരത്ത പ്രൊവോക്കിംഗ് ആയിരുന്നു ഇവന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ അത്
ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഞാൻ ആക്ച്വലി സ്റ്റോറി അത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എനിക്കറിയുന്നില്ല, ഇപ്പൊ എല്ലാവരും പറയുന്ന സാധനം സംസാരിച്ച സമയത്ത് അത് ഇഷ്ടം കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കാണിക്കുന്ന. അതെ അതെ റോഹാൻ, നീ പറയണ്ട ഒന്നും ഇപ്പൊ തൽക്കാലം. ഇനി സപ്പോസ് നിനക്ക് അവിടെ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇനി സംസാരിക്കുന്നത് വേറൊരു രീതിയിൽ ഒരു പ്രശ്നമായിട്ട് പോകും. എന്നിട്ട് എനിക്ക് കിട്ടിയ ചീത്തവിളി എല്ലാം വെച്ചിട്ട് ഞാൻ നിനക്ക് കിട്ടും എന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എനിക്ക് ഇപ്രാവശ്യം സീസണിൽ പോകുമ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് കുറച്ച് ആൾക്കാർ എൻ്റെ വ്യൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വൺ ഓഫ് ദ ഒരാള് റോഹൻ തന്നെയായിരുന്നു. സപ്പോർട്ട് ചെയ്യണമെന്ന് 100% വിചാരിച്ചു തന്നെയാണ് ഇരുന്നത്. അപ്പൊ ഈ പിള്ളേർ പോകുന്ന അറിഞ്ഞെങ്കിലും റോഹനെയും സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു തന്നെയാണ് ഇരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ കാണാം ഇങ്ങനെ ഒരു സംഭവവും എല്ലാം കൂടെ വന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ചത് എക്സ്പെക്ടേഷൻ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. അങ്ങനെ കേസൊക്കെ കൊടുത്തു, അങ്ങനെ പോലീസൊക്കെ വിളിപ്പിച്ചു. ഇത് അഡ്മിൻമാരെയൊക്കെ എന്നെ വിളിച്ചു നോക്കും, നിനക്ക് സ്റ്റേഷനിൽ കോളൊക്കെ വരും, സംസാരിച്ചോളാം പറഞ്ഞു. ഞാൻ സംസാരിച്ചോളാം. നിനക്ക് ഭയങ്കര ഫാൻസ് ഒക്കെ അങ്ങനെ അങ്ങ് വന്നു. അപ്പൊ അതിൽ ഭയങ്കര ഒരു ഡിസപ്പോയിന്റഡ് ഉണ്ട്. ഞാൻ കുറെ ആൾക്കാര് പ്രതീക്ഷ ആൾക്കാർ തന്നെ വന്നത് ഗെയിമിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമൊക്കെ അസാധ്യ ഗെയിമുകളും വമ്പൻ ഹാർഡായിട്ടുള്ള ഗെയിംസ്. പക്ഷെ ഒന്നിനും അതെങ്ങനെ കളിക്കണമെന്ന് ബുദ്ധിയില്ല, ബോധമില്ല, വിവരമില്ല. അതാ അവസ്ഥ. ഈ ഗെയിം കൊടുക്കുന്ന ടാസ്ക് എന്താന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ ശരിക്കും? ഇപ്പൊ തന്നെ ഇപ്പം അക്ബറിന്റെയും നൂറയ്ക്കൊക്കെ കൊടുത്ത ഒരു ഫാക്ടറി ടാസ്ക്, ചെരുപ്പ് ഫാക്ടറിയുടെ ടാസ്കില് ഞാൻ ആ ഗെയിമിന് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന, എൻ്റെ അടുത്താണ് ഒരു ഇതാക്കിയിരുന്നത്. ഇപ്പം എന്നെ മാനേജർ എൻ്റെ ഓണർ ആക്കിയിരുന്നെങ്കിൽ ഇപ്പം നൂറയുടെ സ്ഥലത്ത് നിന്ന് ഞാൻ നൈസായിട്ട് ഈ തൊഴിലാളി യൂണിയൻ്റെ മെയിൻ ആളിനെ വിളിച്ച്, ഞാൻ നിനക്ക് 3 കോയിൻ തരാം, നീ എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് മൊത്തം സാധനം പണിയെടുപ്പിച്ചാന്ന് പറഞ്ഞിട്ട് ഇട്ട് സെറ്റ് ചെയ്യുമായിരുന്നു. അവൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നൂറേരെ ശരിക്കും അക്ബർ കളിച്ച ഗെയിം കറക്റ്റ് ആട്ടോ. എനിക്ക് അക്ബറിന്റെ ഗെയിം അവിടെ യൂണിയന്റെ കീഴിലാണ് ഈ സാധനം ചെയ്യുന്നതാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ലീഡർ ആക്കിയിട്ട് പുള്ളി ഇത് ചെയ്യാം. അപ്പൊ ഈ യൂണിയൻ ലീഡർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമേ നൂറേരെ അടുത്ത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞു, ഇത് നടന്നില്ലെങ്കിൽ നിങ്ങളെ പവർ പോകുമെന്ന് പറഞ്ഞു. ഈ നൂറ പൊട്ടിയായതുകൊണ്ടിട്ട് വെളിയിൽ വന്നിട്ട് എങ്ങനെ എനിക്കിത് ശരിയാക്കിയേ പറ്റുള്ളൂ, എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് എന്തും തരാം. പക്ഷെ ആദ്യത്തെ ദിവസമേ ഇത് നടക്കാതിരിക്കാൻ വേണ്ടിട്ട് അക്ബർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വേറെ കാര്യം കൂടി ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് നൂറയെന്ന് വരും ചെയ്തു. അതായത് എനിക്ക് കൺഫ്യൂഷൻ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് നടന്നില്ലെങ്കിൽ എന്റെ ഒരു സാധനം നഷ്ടമാവുന്നത്. എന്താന്ന് പറയുന്നില്ല, സ്വാഭാവികമായിട്ട് അത് പറയാൻ പാടില്ല. എന്തായാലും ബിഗ് ബോസിന്റെ ഉദ്ദേശം നൂറയുടെ പവർ എടുത്ത് കളയാന്നുള്ളത് തന്നെയാണ്. നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ പവർ പോണത് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം നൂറയ്ക്ക് ആ വീക്കെൻഡുകളിലെല്ലാം നോമിനേഷനിലൊക്കെ വരട്ടെ, എന്നാലേ പിള്ളേർക്ക് വർക്ക് ചെയ്യാൻ ഒരു പവർ ഉണ്ടാവും. പേരും നൂറ ആദില ബിഗ് ബോസ് കഴിയുന്നതോട് കൂടി രണ്ടും അടിച്ചു പിരിയും എന്ന് പറയുന്ന അഭിപ്രായങ്ങളും കമന്റുകളും കുറെ വരുന്നുണ്ട്. ജീവിതം അവരവരാണ് ചൂസ് ചെയ്യുന്നത്, അവരവരുടെ ജീവിതം. ഒരുമിക്കുമോ ജീവിക്കുമോ എന്നൊന്നും നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. നിലവിൽ അവർ ഭയങ്കര സ്നേഹത്തിലാണ്, അവർ ഭയങ്കര പ്യുവർ കപ്പിൾസ് ആണ്. അവർ ജീവിതത്തിൽ എപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ തല്ലിപ്പിരിയും? ഇവിടെ എൻ്റെ ഇൻബോക്സിൽ വരുന്ന എനിക്ക് നൂറയെ കെട്ടിച്ചു തരുമോ, എനിക്ക് എന്റെ അടുത്താണ് ചോദിക്കുന്നത്, ഞാൻ ആരാ നൂറയെ കെട്ടിച്ചു കൊടുക്കുക, എന്നോടൊന്ന് ചോദിക്കുക. നൂറയെ കെട്ടിച്ചേരോന്നൊക്കെ ചോദിക്കുന്നത് എന്റെ അടുത്ത്. ചേച്ചി പ്ലീസ് എനിക്ക് നൂറയെ കെട്ടിച്ചേരുമോ? എന്തോരം പ്രപ്പോസലാന്നറിയാം നൂറയ്ക്ക്. അതിലേക്ക് വരുന്നുണ്ട് പ്രപ്പോസൽസ്. ബട്ട് സോറി ഗൈസ്, നിങ്ങൾ അവരെ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കൂ. പക്ഷെ അവര് രണ്ടുപേരും കമ്മിറ്റഡ് ആണ്. അവര് നമുക്കറിയാലോ, എത്ര താങ്ങിയാലും നടക്കൂല. ഈ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് ഇനി ഒരു നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അവര് ടോപ്പ് 5 എത്തും ഫാമിലി വരുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചാലും പോവാൻ മനസ്സോട് താല്പര്യം, അവർ ആഗ്രഹിക്കുന്നത് ഫാമിലി ആയിട്ടാവുന്ന രീതിക്ക്. ഇത്ര കൃഷി ഉണ്ടായാലും ഇനി അവസാനം അവർക്ക് വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മധ്യസ്ഥം സംസാരിക്കാൻ പോയിട്ട് ഏറുകളും നായനഴിച്ച് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയോട് സംസാരിക്കാൻ തയ്യാറാവും? ഞാൻ ട്രൈ ചെയ്തു, ഓൾറെഡി നടന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. എനിക്ക് കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആദില പോയ സമയത്ത് എനിക്ക് ആദിലയുടെ ഉമ്മയുടെ നമ്പറും നൂറയുടെ വാപ്പാടെ നമ്പറും എനിക്ക് തന്നിട്ടാ പോയത്. ഞാൻ ശ്രമിച്ചു. അത് നമുക്ക് പിന്നെ ഇതാക്കാം, അതിനെപ്പറ്റി നമുക്ക് പറയണ്ട. വലിയ വിഷയമാണ്, നടക്കണില്ല. ആണല്ലേ? ഈ മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ, നാദർ വന്ന സമയത്ത് ഓൾറെഡി എന്നെ ഞാൻ ഇപ്പൊ പറയട്ടെ, നൂറയും ആദിലയ്ക്കും കൊടുക്കണമെന്ന് തോന്നിയ ഒരു 10 അടി എന്നെ അടിച്ചോ, എന്നാലും അവരെ സ്വീകരിച്ചിട്ട് അവരെ ഏറ്റെടുത്തു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ അടുത്ത്. കാരണം എനിക്ക് കുഴപ്പമില്ല,
കുറെ ഭീഷണികളും കുറെ ഇതൊക്കെ പുറത്തു നിന്ന് പല രീതിയിൽ കേൾക്കുന്നുണ്ട്. എനിക്കത് കുഴപ്പമില്ല, പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വേണം ചെയ്തു, ആ കുട്ടികളെ സ്വീകരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ചെയ്തിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും സ്വീകരിക്കുക. ഈ നാദറുടെ കേസിലും അബിയുടെ കേസിലും കഴിഞ്ഞ സീസണിലെ ഫാമിലി അമ്മ സപ്പോർട്ട് അമ്മേനെ ഞാൻ നല്ല അഭിഷേകിന്റെ അമ്മയും ഭയങ്കര നല്ല അടിപൊളി അമ്മ. സൂപ്പർ അമ്മ. പിന്നെ അമ്മയുടെ കേസിലും ഉണ്ടായിട്ടുണ്ട്. സംസാരിക്കുമ്പോഴുള്ള ഇന്റർവ്യൂലാണെങ്കിലും അത് കഴിഞ്ഞ ഷോകളിലാണെങ്കിൽ അമ്മയുടെ ഒരു സാന്നിധ്യം വന്ന് അബിക്കൊപ്പം നിന്ന് അമ്മയുടെ കൂടെ അമ്മയല്ല ചേച്ചിയുടെ തോന്നുള്ളൂ പറയാറുണ്ട്. അഭിഷേകിന്റെ അമ്മയുടെ കൂടെ ഞാൻ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ്. കാരണം അവര് അത്ര ഇതായിരുന്നു. എനിക്ക് ഇതേപോലെ ഒരു കുറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ടി വന്നത് ജാസ്മിൻ മൂസയുടെ ഇതിലായിരുന്നു. ജാസ്മിൻ മൂസയ്ക്ക് ഈ പറഞ്ഞ പോലെ പാരന്റ്സ് ഒന്നുമില്ല, ആകെ ഒരു ആന്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരുമായിട്ടായിരുന്നു കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആന്റിയും കുറെയൊക്കെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അവർക്കെന്ന് വെച്ചാൽ അവളുടെ വിഷ്വൽ വീഡിയോസിലും മറ്റിതിനും ഓപ്പൺ ആയിട്ടൊക്കെ അവരായിരുന്നു അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നത്, പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ഒടുവിൽ നൂറ ആദിലയ്ക്കും അല്ലെ അങ്ങനെ ഒരു ഭാഗ്യം അല്ല, നൂറ ആദിലയുടേത് ഇവരിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെന്റാ. ശരിക്കും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് മൊത്തത്തിൽ തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് സപ്പോർട്ടർ മാത്രമാണ്. ശരിക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ തന്നെ പേഴ്സണൽ സ്പേസിലെ ആൾക്കാരാണ്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് നൂറയ്ക്കും അതിലേക്കും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അവരുടെ പാരൻസ് ഇല്ല, അവർക്ക് നല്ല രീതിയിലുള്ള കുറെ കൂട്ടുകെട്ടുകളില്ല, ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കിയിട്ടാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ ഒരു ഗാർഡിയൻ പോലെ അങ്ങനെ ഒന്നുമല്ല. അവരൊറ്റയ്ക്ക് തന്നെയാണ് അവരുടെ ജീവിതം നോക്കുന്നത്. ഇതുവരെ അവർ സർവൈവ് ചെയ്ത് വന്നത് മുഴുവനും അവരൊറ്റയ്ക്ക് തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ അവരുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് പുറത്തു നിന്ന് നമ്മളൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ആസ് എ കമ്മ്യൂണിറ്റി സപ്പോർട്ടർ എന്നുള്ള നിലയിലും എനിക്ക് വ്യക്തിപരമായിട്ട് അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഇനി അവരുടെ ആരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് എന്ന് എന്നെ തള്ളി പറയുന്നോ അതുവരെയും ഞാൻ അവരുടെ ഒപ്പം തന്നെ ഉണ്ടാവും.